ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ ഈ ഒരു സെഷനിലൂടെ ഡ്രൗണിങ്, മുങ്ങിപ്പോയാൽ എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ ചെയ്യേണ്ടത്, മുങ്ങുന്ന ഒരാളെ രക്ഷപ്പെടുത്തി അയാൾക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഡ്രൗണിങ്? ഡ്രൗണിങ് എന്ന് പറയുമ്പോൾ ജീവൻ അപഹരിക്കാൻ പറ്റുന്ന ഒരു എമർജൻസി സിറ്റുവേഷനാണ് ഡ്രൗണിങ് എന്ന് പറയുന്നത്. ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വെള്ളം, വാട്ടർ എൻറ്റേഴ്സ് ദ എയർവേ, മൂക്കിൽ, വായിൽ, ട്രക്കിയിൽ, ലങ്സിൽ, അതായത് എയർ കടന്നു പോകേണ്ട സ്ഥലത്തെല്ലാം എന്ത് എൻട്രി ചെയ്യാണ്? വാട്ടർ എൻട്രി ചെയ്യാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കാം? സ്വിമ്മിങ്ങിൻ്റെ ഒരു ആക്സിഡൻറ്റ് കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ബോട്ടിങ് ആക്സിഡൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയും വെള്ളത്തിൽ വീണ് പോകുന്നത് കൊണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സോ ഇങ്ങനെ വെള്ളം, നമ്മുടെ വായു കടന്നു പോകേണ്ട ശ്വസനപാതയിലൂടെ വെള്ളം കടന്നു പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ബോഡിക്ക് പ്രോപ്പറായിട്ട് റെസ്പിറേഷൻ നടത്താൻ പറ്റാതെ വരികയും അതുമൂലം ബ്ലഡിലുള്ള ഓക്സിജൻ്റെ കണ്ടൻറ്റ്, ലാക്ക് ഓഫ് ഓക്സിജൻ ഉണ്ടാകുകയും, ആൻഡ് യു ഓൾ നോ വാട്ട് ഹാപ്പൻസ് വെൻ ദർ ഇസ് inadequate amount of oxygen in the blood, because നമ്മുടെ ബ്രെയിൻ ഇറ്റ് റിക്വയേഴ്സ് ഓക്സിജൻ, ആൻഡ് അതുകൊണ്ട് തന്നെ when there is inadequate oxygen in the blood it leads to brain damage and death within minutes. അല്ലേ, മിനിറ്റ്സുകൾക്കുള്ളിൽ ഇത് നടക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഡ്രൗണിങ് ആൻഡ് ദ ഫസ്റ്റ് എയ്ഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പ്രോപ്പറായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അയാളെ റെസ്ക്യൂ ചെയ്ത് പ്രോപ്പർ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ നമുക്ക് അയാളുടെ സർവൈവൽ, ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രക്ഷിക്കുന്നതും അയാൾ മുങ്ങിപ്പോകുന്നത് കണ്ടുപിടിക്കുന്നതും അയാളെ രക്ഷിക്കുന്നതും പ്രോപ്പർ പൊസിഷൻ കൊടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആദ്യം നമുക്ക് ഫസ്റ്റ് എയ്ഡ്, ഒരാൾ മുങ്ങുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ, മുങ്ങിപ്പോകുന്നത് കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലേ, യു ഹാവ് ടു റെസ്ക്യൂ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഫ്രം വാട്ടർ. പക്ഷേ രക്ഷിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് റെസ്ക്യൂവറിൻ്റെ സേഫ്റ്റിയാണ്. ആരാണോ രക്ഷിക്കാൻ പോകുന്നത് അയാൾ സ്വന്തം സേഫ്റ്റി നോക്കി മാത്രമേ രക്ഷിക്കാൻ പോകുള്ളൂ. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലേ, രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടി ആൾ മുങ്ങി മരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു എൻഷുർ ദ റെസ്ക്യൂവർ സേഫ്റ്റി ഫസ്റ്റ്. നൗ യു ഷുഡ് നോട്ട് എൻറ്റർ ഇതുപോലെ ടർബുലൻ്റ് ആയിട്ട് ഭയങ്കര റെക്ലെസ് ആയിട്ടുള്ള വെള്ളം, ഭയങ്കര ഒഴുക്കുള്ള വെള്ളമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടരുത്. വെള്ളത്തിലോട്ട് ചാടുക എന്ന് പറയുന്നത് ലാസ്റ്റ് റിസോർട്ട് ഓഫ് റെസ്ക്യൂ ആണ്. ആദ്യം അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരാൾ വെള്ളത്തിലോട്ട് വീഴുന്ന തോന്നിയാൽ നമ്മൾ അലറി വിളിക്കുക, ആൾക്കാരെ കൂട്ടാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ വാട്ട് യു ഷുഡ് ഡു ഇസ് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റീച്ച്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റീച്ചാണ്. അയാളുടെ അടുത്തോട്ട് ഒരു കമ്പോ ടവലോ പോളോ അങ്ങനെ എന്തെങ്കിലും സാധനം, ഒരു സേഫ് പൊസിഷനിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ ഈ മുങ്ങുന്ന ഒരാളുടെ അടുത്തോട്ട് എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ആ വസ്തുവിൽ ഈ മുങ്ങിപ്പോകുന്ന ആൾക്ക് പിടിക്കുകയും അതുവഴി ഈ റെസ്ക്യൂവറിന് ഈ വസ്തു, ഈ പറയുന്ന ഒബ്ജക്റ്റിനെ പുൾ ചെയ്യുകയും ചെയ്താൽ ഓക്കെ എന്ത് സംഭവിക്കാൻ പറ്റും? ഈ മുങ്ങുന്ന ഒരാളെ രക്ഷിക്കാൻ പറ്റും. സോ ഹിയർ വാട്ട് വി ഡു ഇസ് ദാറ്റ് വി എക്സ്റ്റെൻഡ് ആൻ ഒബ്ജക്റ്റ് ടുവേർഡ്സ് ദി person who is drowning, and here what can be done is that the drowning person can actually hold on to the object. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താ വെച്ചാൽ റെസ്ക്യൂവറിന് വെള്ളത്തിൽ ഇറങ്ങാതെ എന്ത് ചെയ്യാൻ പറ്റും? സേഫായി മറ്റ് വിക്ടത്തിനെ രക്ഷിക്കാൻ പറ്റും. രണ്ടാമതാണ് ത്രോ. രണ്ടാമത്തെ മെത്തഡാണ് ത്രോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ റെസ്ക്യൂ ചെയ്യാണ്. റെസ്ക്യൂവിന് നമ്മൾ അടുത്ത് ചാടരുത്. അവിടെ 3 റെസ്ക്യൂ മെത്തേഡ്സ് ഉണ്ട്. വൺ ഇസ് റീച്ച്, ദ സെക്കൻഡ് ഇസ് ത്രോ. ത്രോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്ത് സംഭവിക്കുക? ബോയൻ, പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തു, അതായത് ഇറ്റ് ക്യാൻ ബി ലൈഫ് ബോയ് ആകാം, റോപ്പ് ആകാം, ഫ്ലോട്ട് ചെയ്യുന്ന റിങ് ആകാം, ഇങ്ങനെ എന്തെങ്കിലും മുങ്ങാത്ത പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തു മുങ്ങുന്ന ഒരാളുടെ അടുത്തോട്ട് എറിഞ്ഞു കൊടുക്കുക. നമ്മൾ സേഫ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എറിഞ്ഞു കൊടുക്കുക. അപ്പം ഈ വിക്ടത്തിന് ഈ പറയുന്ന വസ്തുവിൽ, ബോയൻ്റ് ഒബ്ജക്റ്റിൽ ഹോൾഡ് ഓൺ ചെയ്തിട്ട് റെസ്ക്യൂവറിന് എന്ത് ചെയ്യാൻ പറ്റും? പുൾ ചെയ്ത് വിക്ടത്തിനെ സേഫ് പൊസിഷനിലോട്ട് എത്തിക്കാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ ഒരു മെത്തേഡാണ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ മെത്തേഡാണ്, പ്രോട്ടോക്കോളാണ് വെയ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ് ദ റെസ്ക്യൂവർ ക്യാൻ എൻ്റർ ആഴം കുറഞ്ഞ ഉറപ്പുള്ള നിലത്തിലൂടെ നടന്ന് വെള്ളത്തിൽ, ആഴം കുറഞ്ഞ ഉറപ്പുള്ള നിലമുള്ള വെള്ളമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ,
നിലമുണ്ട് വെള്ളത്തിനടിയിൽ നിന്ന് ഉറപ്പുണ്ടെങ്കിൽ നടന്നു പോയി നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലി പോയി നമുക്ക് മുങ്ങിപ്പോകുന്ന ആളെ രക്ഷപ്പെടുത്താം. പക്ഷേ ഇവിടെ നമുക്ക് ഉറപ്പ് വരുത്തേണ്ട കാര്യം ആ നിലം എന്ന് പറയുന്നത് ഉറപ്പുള്ളതായിരിക്കണം. ഡീപ്പ് ആവരുത് വെള്ളം, ഫാസ്റ്റ് മൂവിങ് ആവരുത് വെള്ളം. സോ വാട്ട് ആർ ദ 3 റെസ്ക്യൂവർ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന 3 റെസ്ക്യൂ മെത്തേഡ്സ് എന്താണ്? റീച്ച് ചെയ്യുക, ഒന്നിലൊരു ഒബ്ജക്റ്റ് റീച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ത്രോ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നടന്നില്ലെങ്കിലാണ് നമുക്കൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ ചാടി നീന്തി അയാളെ രക്ഷപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇത് നീന്തൽ അറിയാത്ത ആൾക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളും കൂടിയാണ് നമ്മളോട് പറയുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത് ട്രയാഷ് മെത്തേഡാണ്. നമുക്ക് ആളെ രക്ഷപ്പെടുത്തി നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ കാഷ്വാലിറ്റി, മുങ്ങിപ്പോയി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, മുങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള ആളെ എത്രയും പെട്ടെന്ന് പരന്നൊരു പ്രതലത്തിൽ അല്ലേ കാഷ്വാലിറ്റീനെ നമ്മൾ ഫ്ലാറ്റ് സർഫസിൽ കിടത്തുക, റെസ്പോൺസ് നോക്കുക, പെട്ടെന്ന് റെസ്പോൺസ് നോക്കുക. നിങ്ങൾ CPR സെഷനിൽ കണ്ടതാണ്. പെട്ടെന്ന് റെസ്പോൺസ് നോക്കുക, എന്തുണ്ട്, ബ്രീതിങ് ഉണ്ടോ, പൾസ് ഉണ്ടോ, എല്ലാം നോക്കുക. ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ആണ് ബാക്കി കാര്യങ്ങൾ. ഇഫ് ദ പേഷ്യൻ്റ് ഇസ് അൺറെസ്പോണ്ടിങ് അല്ലേ, അതായത് നമ്മുടെ വിക്ടിം റെസ്പോണ്ട് ചെയ്യുന്നില്ല, പക്ഷേ ബ്രീത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് വിളിച്ചിട്ട് പേരൊന്നും കേൾക്കുന്നത് പക്ഷേ ശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ എന്ത് ചെയ്യാം, വി ക്യാൻ ആക്ച്വലി അയാളെ നമ്മൾ റെസ്ക്യൂ പൊസിഷനായി ചെരിച്ച് കിടത്താം. റിക്കവറി പൊസിഷനിലോട്ട് നമുക്ക് ചെരിച്ച് കിടത്തുകയും, ചെരിച്ച് കിടത്തുന്ന വഴി അയാളുടെ ബോഡിയിൽ നിന്നും വെള്ളം പുറത്തോട്ട് പോവുകയും അതിനൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെ റിക്കവറി പൊസിഷനിൽ ചെരിച്ച് കിടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എയർവേ തുറന്നിരിക്കുകയും, വായിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യണം. എയർവേ തുറന്നിരിക്കുകയും എയറിനകത്തോട്ട് പ്രോപ്പറായിട്ട് കടന്നു പോകാൻ പറ്റുകയും, അതുപോലെ വൊമിറ്റ് എന്തെങ്കിലും ചെയ്താലും അത് ചോക്കിങ് ഉണ്ടാകാതിരിക്കാനും ഈ ഒരു റിക്കവറി പൊസിഷൻ സഹായിക്കും. ആൻഡ് നമ്മളിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, കാരണം കോൺഷ്യസ് അല്ല ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സയനോസിസ്, ബോഡി നീലിക്കുന്നുണ്ടോ, നമുക്കറിയാം ബ്ലഡ് ബോഡിയിൽ എത്തുന്നില്ലെങ്കിൽ ബോഡി നീലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വിക്ടിം എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ടും ചെയ്യുന്നില്ല, ബ്രീത്തിങ്ങും ചെയ്യുന്നില്ല, ശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, നിർബന്ധമായിട്ടും CPR ചെയ്യണം. അല്ലാതെ ലങ്സിൽ നിന്ന് വെള്ളം കളയാനുള്ള മാർഗ്ഗം അല്ല ഇവിടെ നോക്കണം, എത്രയും പെട്ടെന്ന് CPR ചെയ്യുക. സോ നമ്മൾ അയാളെ ഒരു പരന്ന സർഫസിൽ കിടത്തിയിട്ട് തല ചെരിച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വിസിബിൾ ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ CPR ചെയ്യണം. CPR ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വി ഹാവ് ടു ഗിവ് 5 ബ്രെത്ത്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ സാധാരണ കാർഡിയാക് അറസ്റ്റ് അല്ല, ഒരു ഓക്സിജൻ എന്തായാലും കുറവാണ് ഈ സിറ്റുവേഷൻ, കാരണം ലങ്സിൽ വെള്ളമാണ് കൂടുതലും നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം 5 ബ്രെത്ത് മൗത്ത് ടു മൗത്ത് ബ്രെത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ 30 കംപ്രഷനും 2 ബ്രെത്ത് എന്ന് പറയുന്ന CPR നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. CPR ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ബ്രീത്തിങ് റിസ്യൂം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ മെഡിക്കൽ ടീം എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഈ പറയുന്ന CPR നടത്തിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ CPR നടത്തി ആൾ ബ്രീതിങ് റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആളെ അവിടെ ഇട്ടേച്ച് പോകരുത്. നമ്മൾ എന്താ ചെയ്യണം, ആൾ വാമായിട്ട് ഇട്ടാൻ വേണ്ടി ബ്ലാങ്കറ്റ് കൊണ്ട് മൂടുക, നന്നായിട്ട് കാലൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ല തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് ഒരു ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് നല്ല പുതപ്പിച്ചൊക്കെ കിടത്താം. ആൻഡ് ബ്രീതിങ് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി എന്തൊക്കെ വന്നാലും ഒരു നിയർ ദ ഡെത്ത് ആയിട്ടൊരു ഡ്രൗണിങ് കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ വിളിച്ചിരിക്കണം, എമർജൻസി സർവീസിനെ വിളിച്ചിരിക്കണം, ഡോക്ടർ ഇവാലുവേഷൻ നടത്തിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ഇവാലുവേഷൻ നടത്താൻ നമ്മൾ കൊടുക്കേണ്ടത് ഏത് ലൊക്കേഷനിലാണ്, എത്ര പേര് മുങ്ങാൻ സാധ്യതയുണ്ട്, എത്ര നേരമായി വെള്ളത്തിൽ പോയിട്ടെന്നുള്ള കാര്യം വെച്ചിട്ട് വേണം നമ്മൾ വിളിച്ച് പറയാനായിട്ട്. ഇനി ഇവിടെ നമ്മൾ ആളെ രക്ഷപ്പെട്ടു, ആളെ ശ്വസിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകാൻ അനുവദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡറി ഡ്രൗണിങ് എന്ന് പറയുന്ന സീരിയസ് കണ്ടീഷനുണ്ട്. സെക്കൻഡറി ഡ്രൗണിങ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, വെള്ളം ഓൾറെഡി ലങ്സിൻ്റെ അകത്ത് എത്തി, ലങ്സിൽ വെള്ളം എത്തേണ്ട സ്ഥലമല്ല, ലങ്സിൽ വെള്ളം ചെന്നാൽ ലങ്സിൽ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. സോ ഇൻഹെയിൽഡ് വാട്ടർ, ദ വാട്ടർ വിച്ച് ഹാവ് റീച്ച് ദ ലങ്സ് ക്യാൻ കോസ് ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ലങ്സിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ, അതിനെയാണെങ്കിൽ ലങ്സിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യും, അതിനെയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഇതൊക്കെ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷനാണ്. ഇതൊന്നും മുങ്ങിപ്പോയ ആൾക്ക് അപ്പം സംഭവിക്കുന്നതല്ല, 2 തൊട്ട് 24 മണിക്കൂറുകൾക്ക് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ ആകാമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് വാട്ട് യു ഷുഡ് ഡു ഇസ് ദാറ്റ് എപ്പോഴും മെഡിക്കൽ ഇൻ്റർവെൻഷൻ വേണം. സോ ഡിലേഡ് കോംപ്ലിക്കേഷൻ ഓഫ് ഡ്രൗണിങ് ആണ് സെക്കൻഡറി ഡ്രൗണിങ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ 2 തൊട്ട് 24 മണിക്കൂറിനുള്ളിലായിരിക്കാം ഈ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് എന്തൊക്കെയാണൊരു സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ചുമച്ചുകൊണ്ടിരിക്കുക, നെഞ്ചിൽ വേദന എടുക്കുക, ബ്രീത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ചുണ്ട് നീലിക്കുക, സൈനോസിസ് ആവുക, ഭയങ്കര ഉറക്കവും ക്ഷീണവും വരിക, വൊമിറ്റ് ചെയ്യുക, ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. സോ ഒന്നുകൂടെ നമുക്ക് പറയാം, ആദ്യം മുങ്ങുന്ന ഒരാളെ റെസ്ക്യൂ ചെയ്യണം. എങ്ങനെയാണ്? റീച്ച് ത്രൂ ആൻഡ് വെയ്ഡ് മെത്തേഡ് വഴി അസസ് ചെയ്യണം. ബ്രീതിങ് ഉണ്ടെങ്കിൽ റിക്കവറി പൊസിഷനിലേക്ക് എടുത്ത്, ബ്രീതിങ് ഇല്ലെങ്കിൽ CPR കൊടുക്കുക. എന്താണേലും നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം. താങ്ക് യു.